അധ്യാപകൻ സീരിയലിലുണ്ട് അച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ 54 അധ്യാപകരാണ് ഉള്ള. എല്ലാവരെയും ഞാൻ അന്ന് പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ PTA പ്രസിഡന്റായി വന്നു. അപ്പോൾ ഒരു ദിവസം സാന്ത്വനം സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായി സാറ് അതിൽ അഭിനയിക്കുന്നത് എന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഞാൻ സാറിനെ കണ്ടു പറഞ്ഞു ഇതറിയിങ്ങനെ. അപ്പോൾ എന്നെ പറഞ്ഞു ഞാൻ 2-3 സീരിയലുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു ഹ്രസ്വചിത്രം നിർമ്മിക്കണം, അത് PTA സഹായം വേണം. ഞാൻ പറയും സാർ തുടങ്ങിക്കും, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ കാണുമ്പം അന്നത്തെ നേരത്തെ ഇരുന്ന അനിൽകുമാർ സാറിൻ്റെ മുന്നേ ഇരുന്ന സിനി ടീച്ചറോടൊപ്പം നിന്ന് നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ അതിശയിച്ചുകൊണ്ട് സാറിനെ സംബന്ധിച്ച് സാറ് ഞാൻ എൻ്റെ ആനന്ദിച്ച സാർ ഇപ്പം ഈ സ്കൂളിലെ ഇപ്പൊ ഈ നേരത്തെ ഇവിടെ HM പറഞ്ഞു, ഇപ്പൊ ഈ പണ്ടത്തെ കാലത്ത് അധ്യാപകർ ഇപ്പൊ ഏറ്റവും സുഖമുള്ള ജോലി ആരെന്ന് ചോദിച്ചാൽ അധ്യാപകരെയാണ്. നമ്മൾ അപ്പോഴേ സംശയിക്കാതെ പറഞ്ഞു. കാരണം അവർക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ടെൻഷനും ഇല്ല, വീട്ടിൽ പോവാം, ആവശ്യത്തിന് അവധികൾ കിട്ടും. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സിലബസ് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നതുമല്ല. വീട്ടിലിരുന്ന് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്താലേ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ കഴിയൂ. അവരുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അധ്യാപകർക്കാൾ മിടുക്കരായ കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പൊ അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരെ